ഹായ് ഫ്രണ്ട്സ്, മമ്മു വ്ളോഗ് 25ന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ മമ്മുവിന്റെ സർജറി കഴിഞ്ഞതിന് ശേഷം അവനെ ചെക്കപ്പിന് വേണ്ടി കൊണ്ടുപോകണം കേട്ടോ. സർജറി നമുക്ക് 19-ാം തീയതിയാണ് സർജറി കഴിഞ്ഞത്. പക്ഷെ അന്നത്തെ ദിവസം നമുക്ക് നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അന്ന് വീഡിയോസ് ഒന്നും എടുക്കാനുള്ള മാനസികാവസ്ഥയിലല്ല. കാരണം നമുക്ക് സർജറി എങ്ങനെയാണ്, ഏത് ടൈമിലാണ്, അങ്ങനെ അറിയാനുള്ള ഒരു ടെൻഷനും, പിന്നെ അവന് അനസ്തേഷ്യ കൊടുക്കണം. പിന്നെ അവന് ഫുഡൊന്നും കൊടുക്കാൻ പാടില്ല. സർജറി 6 മണിക്കൂർ മുന്നേ ഫുഡൊക്കെ നിർത്തണം, വെള്ളമൊക്കെ നിർത്തണം. പിന്നെ അവനവിടെ എത്തിയ ഉടനെ തന്നെ നമ്മുടെ ഐസ്ക്രീം, ചായ, കോഫി ഇതൊക്കെ ചോദിച്ചിട്ടൊക്കെ നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കും, വിഷമിക്കൊക്കെ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് അതിന്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ സർജറി കഴിഞ്ഞതിന് ശേഷവും അതേപോലെ തന്നെ 6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഫുഡൊക്കെ കൊടുക്കാൻ പറ്റിയത്. അപ്പൊ ഇന്ന് അതെല്ലാം കുറച്ച് എല്ലാം കഴിഞ്ഞിപ്പോ ഒരു 10 ദിവസം ആയപ്പോഴാണ് ഇപ്പൊ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെക്കപ്പിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസിൽ അവന്റെ ഫിസിയോതെറാപ്പി ചെയ്യുന്നതായിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്ത് പറ്റിയതാണ്, അവൻ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറെ പേർക്ക് അപ്പം നമ്മളപ്പോൾ തന്നെ അവർക്ക് അതിനുള്ള മറുപടി കമന്റിലൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അല്ലാത്തവരോട് പറയാണ്, അവന് ജനിച്ച ഉടനെ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. പ്രയാസങ്ങളെന്ന് പറഞ്ഞാൽ അവന് 2-3-4 സർജറി കഴിഞ്ഞു. ഇപ്പോൾ പിന്നെ അങ്ങനെയാണ്. ഇപ്പൊ നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് പിന്നീട് ഇപ്പോൾ കണ്ടുകൊണ്ടുണ്ടായിരുന്നത്. നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോഴിക്കോട് BMH വെച്ചിട്ടാണ് സർജറി ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അവനെ എടുക്കാൻ പറ്റൂല. 2 മാസമാണ് സർജറിയുടെ ടൈം പറഞ്ഞിട്ടുള്ളത്. ഫുള്ള് റെസ്റ്റിലാണ്. അപ്പോൾ തലയണ വെച്ചിട്ട് ഇങ്ങനെ കാല് മുകളിലേക്ക് വെച്ചിട്ട് തന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ മെരിക്കെടുക്കാൻ കുറേ പ്രയാസമാണെങ്കിലും നല്ലതിന് വേണ്ടിയിട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയുടനെ തന്നെ നമ്മൾ സ്ട്രക്ചറിൽ അവനെ കിടത്തി. ഭയങ്കര തിരക്കായിരുന്നു. ഡോക്ടർക്ക് കൺസൾട്ടിങ്ങിന്റെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ അവന് വിശക്കുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് 9 മണിക്കാണ് ഇറങ്ങിയത്. പക്ഷെ അവൻ അന്നത്തെ ദിവസം എണീറ്റ് തന്നെ 8:30 മണിയായിട്ടാണ്. അപ്പൊ പെട്ടെന്ന് അവനൊക്കെ കൊടുത്തപ്പോൾ ഒന്നും കഴിക്കുകയും ചെയ്തില്ല. പിന്നെ അവിടെ ചെന്നിട്ട് കാപ്പി വാങ്ങിച്ചു കൊടുത്ത്, ബ്രെഡൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അതൊക്കെ കഴിച്ചുകൊണ്ടാണ് അങ്ങനെ ഇരുന്നത്. കുറെ നേരം അവിടെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത്. പിന്നെ ഇപ്പൊ ഉള്ള ഫുൾ പരിപാടിയാണ് പോക്കറ്റിൽ പൈസ വെക്കുകയാണെന്ന് പറഞ്ഞിട്ട് നോട്ടുകളൊക്കെ എടുത്തിട്ട് ബനിയന്റെ ഉള്ളിൽ വെക്കുക, ആര് ചോദിച്ചാലും അത് എടുത്തു കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കുറെ കലാപരിപാടികളായിട്ടാണ്. ഇരിക്കല്ലേ, ഫുൾ ടൈം ഇരുത്തം മാത്രമാണ്, ഇരിക്കുക കിടക്കുക മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ. പുറത്തേക്കൊന്നും നമുക്ക് അവനെ എടുക്കാനോ ഒന്നും ചെയ്യാൻ വേണമെങ്കിൽ മുട്ടിലഞ്ഞിട്ട് പോകാനൊന്നും പറ്റുന്നില്ലല്ലോ. പിന്നെ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ നമ്മളെ കുറെ വഴക്കൊക്കെ പറഞ്ഞു. കാരണം നിങ്ങൾ കെയർ ചെയ്തത് കുറഞ്ഞു പോയി, നല്ലപോലെ ഒന്നുകൂടെ കുറച്ചും കൂടി കെയർ ചെയ്യേണ്ടതായിരുന്നു. പിന്നെ അവന്റെ കാല് ചെറുതായിട്ടൊന്ന് ഇളകിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ്. എന്തായെങ്കിലും കാല് നമ്മൾ കൈ എടുത്തു കഴിഞ്ഞാൽ അവന് കാല് മുകളിലേക്ക് പൊക്കാണ്, അങ്ങനെ പൊക്കാനൊന്നും പാടില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിതാ നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങി തിരിച്ചു പോന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിന്റെ വിജയം. എനിക്ക് ഇങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാവാനുള്ള അമ്മമാരോടാണ് പറയാനുള്ളത്, നമ്മൾ ബോൾഡായിട്ട് നിൽക്കുക. കാരണം ഇവനെ പ്രസവിച്ച സമയത്ത് ഞാൻ ഒരുപാട്, എനിക്ക് ടെൻഷനും ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടെന്ന്. അതുകൊണ്ടൊന്നും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. കാരണം നമ്മൾ മാക്സിമം ബോൾഡായിട്ട് ഇവരെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാം. ഒരുപാട് സമയത്ത് നമ്മൾ തകരും ഒക്കെ ചെയ്യണ്ടായിരിക്കും. പക്ഷെ എന്നാലും നമ്മളാണ് അവിടെ, നമ്മുടെ ശക്തിയാണ് ഇവരെ മുന്നോട്ട് കൊണ്ട് നയിക്കുന്നത്. അങ്ങനെ എന്ത് പ്രയാസങ്ങളാണെങ്കിലും നമ്മളത് മറികടന്നേ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുക, അങ്ങനെ മുന്നോട്ട് പോവുക. തിരിച്ചു വരുമ്പോൾ നമ്മളിതാ ഒരു ജ്യൂസിൽ കയറി ജ്യൂസൊക്കെ വാങ്ങി കഴിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഡോക്ടേഴ്സ് എന്താണോ നമ്മുടെ അടുത്ത് പറയണത് അതുപോലെ നമ്മൾ മുന്നോട്ട് പോകണം. കാരണം എനിക്ക് തന്നെ ഇവന് 3 വയസ്സാവാനാണ് പോണത്. ഇതിന്റെ മുന്നേ തന്നെ എൻ്റെ അടുത്ത് ഡോക്ടർമാർ